നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. വാക്കിന് വിലയില്ലാത്ത ഹമാസ് എല്ലാം ഒത്തുതീർപ്പായെന്ന് തലകുലുക്കി കൈകൊടുത്ത് പിരിഞ്ഞതിന് പിന്നാലെ റഫ അതിർത്തിയിൽ ഭീകരരുടെ വെടിയൊച്ച. ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഇസ്രയേൽ തിരിച്ചടിച്ചു. ഗാസ ഈജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴി നാളെ തുറക്കാനിരിക്കെയാണ് ഹമാസിന്റെ പ്രകോപനം. ഇടനാഴി ഉടനൊന്നും തുറക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഏറെ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്ന് വിശ്വസിച്ച ഒരിടത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നു ഹമാസ്. എന്താണുണ്ടായത്? അമേരിക്ക എങ്ങനെ നോക്കിക്കാണുന്നു? കൃഷ്ണരാജ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഈ റഫ അതിർത്തിയിലെ പല മേഖലകളിലും, അതായത് 20ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേലിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20ഓളം കേന്ദ്രങ്ങളിൽ കൃത്യമായ ആക്രമണം വ്യോമസേനയുടെയും, അതായത് എയർ ബോംബിങ്ങും അതുപോലെ തന്നെ ഈ പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണവും നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20ഓളം ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ കർശനമായ നടപടിയിലൂടെ തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിയത് ഇതിൽ നിന്നും വ്യക്തമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. ഇനിയും 18ഓളം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുണ്ട്. അത് എവിടെയെന്നറിയില്ല എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്ന, അതായത് ഹമാസ് ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ റഫ അതിർത്തിയിൽ ഈ ആക്രമണമുണ്ടായത്. റഫ അതിർത്തി സംഘർഷ പ്രദേശമായി മാറിയത്. റഫ അതിർത്തി വഴിയാണ് ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ കടന്നു വന്നിരുന്നത്. ഈജിപ്തും ഗാസയും അതിർത്തി പങ്കുവയ്ക്കുന്ന പ്രദേശമാണ് റഫ. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൂടെയാണ് ഈ സമാധാന സംവിധാനങ്ങളും ഈ എസൻഷ്യൽ സപ്ലൈസ് എല്ലാം തന്നെ വന്നുകൊണ്ടിരുന്നത്. ഈ അതിർത്തി അടയ്ക്കുമെന്ന നിലപാട് ഇന്ന് രാവിലെ ഇസ്രായേൽ സ്വീകരിക്കുകയും അതിർത്തി അടയ്ക്കുകയും ചെയ്തു. അതിർത്തി അടച്ചതോടുകൂടിയാണ് ഈ ഒരു പ്രകോപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹമാസ് അവിടെ സൈനിക സംവിധാനങ്ങളായിരുന്നു, ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് റഫ അതിർത്തി. അത് അടയ്ക്കുകയും ചെയ്തതോടെ ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തുകയായിരുന്നു. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ ആക്രമണം നടത്തിയെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം കൃഷ്ണനായി സൂചിപ്പിച്ചത് അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയാണ് എന്നതാണ്. ഹമാസ് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണ ലംഘിക്കുക, അതുപോലെ തന്നെ സിവിലിയൻസിനെ കൊലപ്പെടുത്തുക, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി സമാധാന ഭംഗം വരുത്തുന്ന എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാട് തന്നെ വളരെ കൃത്യമായി നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ചർച്ചയിലും ട്രംപ് അത് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഒരു സമൂഹമാധ്യമ പോസ്റ്റിലും കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, സിവിലിയൻസിനെ കൊലപ്പെടുത്തിയ ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി ഉണ്ടാകും, ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ആവർത്തിച്ചാലെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, ചില ഗോത്രവർഗ വിഭാഗങ്ങളുമായുള്ള സംഘർഷങ്ങൾ ഗാസയിൽ നടന്നത് കൈകാര്യം ചെയ്യണമെന്ന് ഹമാസിന് നിർദ്ദേശം നൽകിയത് സമാധാനം പാലിക്കാനാണ്. അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ്. അതൊരു സാധ്യതയായി കണ്ടെത്തി സാധാരണക്കാരെ നേരെ ആക്രമണം നടത്തുന്ന രീതി ഉണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇനി അല്പസമയത്തിനകം ഒരുപക്ഷേ ട്രംപിൻ്റെ മറുപടി ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ട്രംപിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിലപാടുകൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നാളെ ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കുകയാണ് JD വാൻസ്. അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷേ JD വാൻസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൃഷ്ണരാജ്, ശരി. അതായത് വാക്ക് കൊടുത്ത ഹമാസ് പിന്മാറുന്നു എന്നതിൻ്റെ സൂചന. റഫ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുന്നു, ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു, ഇസ്രയേൽ തിരിച്ചടിക്കുന്നു. ഇനി അമേരിക്കയുടെ പ്രതികരണം കാത്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കൊരു ജുവലറി ആയിരുന്നു. സ്വർണം വിറ്റ് പണമുണ്ടാക്കലായിരുന്നു ജോലി. വേണ്ടപ്പെട്ടവർ മാത്രമറിഞ്ഞുള്ള കച്ചവടം. കവർന്ന സ്വർണമൊക്കെയും മറിച്ചു വിറ്റെന്ന മൊഴി മാറ്റി പറയുന്നില്ല പോറ്റി. സ്പോൺസർമാരുടെ സ്വർണവും പണമാക്കിയത്രേ. തട്ടിപ്പിലൂടെ കിട്ടിയ പണം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും പണവും സ്വർണവും പിടിച്ചെടുത്തു. വട്ടിപ്പലിശയ്ക്കായി വാങ്ങിയ ആധാരങ്ങളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ആകെയും പണമാക്കി മാറ്റി, അത് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. അപ്പാടെ കള്ളത്തരമാണ്. ഇനി കൂട്ടുനിന്നതാര് എന്നറിയാനുള്ള കാത്തിരിപ്പാണ്, അല്ലേ?
തീർച്ചയായും കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഡിജിറ്റൽ രേഖകളടക്കം പരിശോധിച്ചു. അവിടെ നിന്നാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കവർച്ച നടത്തി എടുത്തതിന് ശേഷം ആ സ്വർണം വിറ്റ് പണമാക്കി ആ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുകയും വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. നിരവധി വീടുകളുടെ ആധാരങ്ങൾ അടക്കം ഇപ്പോൾ കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. കൂടാതെ തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായ മറ്റ് ചില രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിലും ഹൈദരാബാദിലും അടക്കം ഈ സ്വർണ്ണവാതിലുകൾ, അതായത് ഈ കട്ടിളപ്പാളികൾ എത്തിച്ച് അതിലെ ദർശനം നടത്തിയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക നേട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മുൻപ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെയൊക്കെയുള്ള ചില നിർണായകമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് താൻ മാത്രമല്ല 15ഓളം വരുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി. ആ 15ഓളം വരുന്ന പ്രതികൾ അത് ആരാണ് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറുമൂട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രത്യേക സംഘം എത്തിയാണ് അവിടെ തെളിവെടുപ്പ് നടന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലേക്ക് എത്തിച്ച് നേരിട്ട് തെളിവെടുക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. കൂടാതെ തന്നെ ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് കൂടാതെ സഹോദരിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുക്കാനുള്ള നടപടികളിലേക്കാണ് SIT കടക്കുന്നത്. കൂടാതെ സഹായിയായിട്ടുള്ള വാസുദേവന്റെ വീട്, ശബരിമല എന്നിവിടങ്ങളിലും ഉടൻ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് SIT ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SIT അന്വേഷണം ഏറ്റെടുത്തിട്ട് അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി തന്നെ അടിയന്തരമായിട്ട് എവിടെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകണമോ അവിടെയൊക്കെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിൽ വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി ആ ബന്ധങ്ങളിലൂടെ സ്വർണ്ണ കവർച്ചയും അത് കച്ചവടമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. മുഴുവൻ കെട്ടുകളാക്കി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുന്നു. പക്ഷേ പിന്നിൽ ആരൊക്കെ എന്ന ചോദ്യം പ്രസക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി. മലയിറങ്ങിയ സ്വർണം പല വഴിയിലൂടെ യാത്ര പോയെന്ന് സൂചന. രാജ്യാന്തര പണമിടപാടുകളും നടന്നെന്ന് സംശയിച്ച് ED. കള്ളപ്പണം വെളുപ്പിക്കാൻ നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് EDയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യാന്തര പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്ന് ED ഇന്റലിജൻസ് വിലയിരുത്തുന്നത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണം തട്ടിയെടുത്തതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ച ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിന്റെ വിലമതിക്കാനാകാത്ത മൂല്യം കാണിച്ച് നടന്നിട്ടുണ്ടാകുന്ന ഇടപാടുകളിൽ രാജ്യാന്തര സംഘങ്ങളും പങ്കാളികളായിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പരിശോധിച്ച് ED ഡയറക്ടർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ECIR രജിസ്റ്റർ ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും ഫെമ നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കേസുകളുടെ വിവരങ്ങൾ സോണൽ യൂണിറ്റുകളെ ഉൾപ്പെടുത്താതെ രഹസ്യ സ്വഭാവത്തോടെ കേന്ദ്ര ഓഫീസുകൾക്ക് കൈമാറുകയാണ് ED ഇന്റലിജൻസ് വിഭാഗങ്ങൾ ചെയ്യുന്നത്. ജനം, കൊച്ചി. സ്വർണ്ണക്കവർച്ചയിൽ ഓരോ ദിവസവും പുതിയ കണ്ടെത്തലുകളാണ്. പ്രതിഷേധം കത്തിക്കയറാൻ കാരണവും അതാണ്. സമരം ശക്തമാക്കുകയാണ് BJP. വരുന്ന 24-ന് 3 സെക്രട്ടേറിയറ്റ് ഗേറ്റുകൾ ഉപരോധിക്കും. രാത്രി 7-ന് തുടങ്ങുന്ന പ്രതിഷേധം പിറ്റേന്ന് വൈകിട്ട് സമാപിക്കും. യുവമോർച്ച പ്രതിഷേധത്തിനും മഹിളാ മോർച്ച മാർച്ചിനും പിന്നാലെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJPയും പ്രതിഷേധം ശക്തമാക്കുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് BJP തീരുമാനം. 24-ന് വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച് 25-ന് വൈകിട്ട് സമാപിക്കുന്ന രീതിയിലാണ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും ഉപരോധിച്ചാണ് പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ സമഗ്ര അന്വേഷണവും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജിയും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുക. 30 സംഘടനാ ജില്ലകളിൽ നിന്നും വിവിധ മോർച്ചാ പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അന്വേഷണം ഒതുക്കി മറ്റുള്ളവരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. ദല്ലാൾ മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. പൊളിഞ്ഞു പാളിഷായ ആളില്ല അയ്യപ്പ സംഗമത്തിൽ അവസാനിക്കുന്നില്ല. വോട്ടടുത്തപ്പോൾ വിശ്വാസികളെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങുന്നു സർക്കാർ.
വിശ്വാസ സംഗമമാണ് അടുത്ത ഉന്നം. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ 3 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് സാംസ്കാരിക വകുപ്പിന്റെ നീക്കം. ആഘോഷം സംഘടിപ്പിച്ച് പരാജയമായ അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഭക്തരെ കൂടുതൽ അടുപ്പിക്കാൻ വിശ്വാസ സംഗമത്തിനുള്ള സർക്കാർ നീക്കം. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യം. 3 കേന്ദ്രങ്ങളിലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സാംസ്കാരിക വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചത്. പരിപാടിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ക്ഷണിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകർ, വിശ്വാസികൾ, സാമുദായിക പ്രവർത്തകർ, മതവിശ്വാസികൾ, മതനേതാക്കന്മാർ, കായിക പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. നവംബർ 4-ന് കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിക്കായി സംഘാടക സമിതി രൂപീകരണം അടക്കം ആരംഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ വിശ്വാസികൾക്കൊപ്പം എന്ന് വരുത്താനാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാന നേതൃത്വം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ജില്ലാ നേതൃത്വം അവഗണിക്കാതിരിക്കണം. ക്ഷണിച്ച പരിപാടിയുടെ നോട്ടീസിൽ പേരില്ലെങ്കിൽ പിന്നെ ജി സുധാകരൻ എന്തു ചെയ്യണം? കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി മാസികയുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ ജി സുധാകരൻ കരുനാഗപ്പള്ളിയിലേക്ക് പോയി. 20 മുതൽ 23 വരെ പുന്നപ്രയിൽ നടക്കുന്ന പുന്നപ്ര വയലാർ വാർഷികാചരണത്തിന്റെ പരിപാടിയിൽ നിന്നും സുധാകരനെ പാർട്ടി ഒഴിവാക്കി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി R നാസറും അടക്കമുള്ളവർ ജി സുധാകരനെ വീട്ടിലെത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇന്ന് കുട്ടനാട്ടിൽ നടക്കുന്ന കർഷക തൊഴിലാളി മാസികയുടെ പുരസ്കാരദാന ചടങ്ങിലേക്ക് സുധാകരനെ അന്ന് പാർട്ടി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിയുടെ നോട്ടീസിൽ സുധാകരന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി അവഹേളിതനാകാനുള്ള സാധ്യത മനസ്സിലാക്കി സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പങ്കെടുക്കുന്ന പരിപാടിയായിട്ടും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് സുധാകരനെ അവഹേളിച്ചവർക്കെതിരായി കൃത്യമായ നടപടിയെടുക്കാത്തതിലുള്ള അതൃപ്തിയും കാരണമായെന്നാണ് സൂചന. താൻ കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണെന്നും കുട്ടനാട്ടിൽ പരിപാടി അവർ നടത്തട്ടെ എന്നും സുധാകരൻ പ്രതികരിച്ചു. കരുനാഗപ്പള്ളി പോകണം, അതിനുള്ള ഹരിപ്പാടൊരു പ്രായമായ നമ്മുടെ ഒരു കുടുംബ കാരണവരുടെ ജന്മദിനമുണ്ട്. ഇവിടെ ഒരു സഞ്ചയം ഒരു വീട് കയറ്റമാണ്. അത് കഴിഞ്ഞാൽ കുട്ടനാട്ടിലേക്കില്ല. കുട്ടനാട്ടിലേക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല. അതവിടെ അവർ നടത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. അവിടെ ആളുണ്ടല്ലോ. ഇതേസമയം നാളെ മുതൽ 23 വരെ നടക്കുന്ന പുന്നപ്ര വയലാർ വാർഷികാചരണ പരിപാടിയിലും പാർട്ടി സുധാകരനെ ഒഴിവാക്കി നിർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. MA ബേബി ഉദ്ഘാടകനാകുന്ന പരിപാടിയുടെ നോട്ടീസിൽ എവിടെയും സുധാകരന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം സുധാകരനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൽ അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയടക്കം കടുത്ത അതൃപ്തി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. സുധാകരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കമാണ് ആലപ്പുഴയിലെ പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോഴും തുടരുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. KPCC കേസ് പിടിച്ചതോടെ കോൺഗ്രസ് പെടാപ്പാടിലാണ്. മുഖം കറുപ്പിച്ച് മാറി നടക്കുന്നവരെ കൂടെ നിർത്തി മുഖം മിനുക്കാൻ തീവ്ര ശ്രമമാണ്. അനുനയ നീക്കത്തിന്റെ വഴിയിലാണ് KPCC. പുനഃസംഘടനയിൽ ആരും 100% തൃപ്തരല്ലെന്ന് തുറന്നു സമ്മതിക്കുകയാണ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. പോരായ്മകൾ പരിഹരിക്കും. പുതിയ പട്ടിക വരുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണൂ എന്നായിരുന്നു മറുപടി. എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും. എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ആരും 100% തൃപ്തരല്ല. കഴിയുന്നത്ര എല്ലാവരോടും നീതി പുലർത്താനും നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ എണ്ണം കൂടിയാൽ നിങ്ങൾ അതിനെ ജംബോ കമ്മിറ്റി എന്ന് വിളിക്കും. ഒരു ജംബോ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വേണം. ഇനിയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കും, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അല്ല, ഈ പരാതികൾ പരിഗണിക്കും. ഇൻഡിവിജ്വൽ പരാതികൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇന്നലെ K മുരളീധരന്റെ കാര്യത്തിലൊക്കെ അനുനയം ഉണ്ടായി, മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നത്. അപ്പോൾ ഒരു അഡീഷണൽ പട്ടിക കൂടെ വരുമോ ഈ പ്രശ്ന പരിഹാരത്തിന്? വരുന്നാണോ? അല്ല, വരുന്നില്ലെങ്കിൽ വരില്ല എന്ന് പറയുന്നത്. KPCC പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് KPCC അധ്യക്ഷന്റെ മറുപടി. സഭയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു.
KPCC പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും രംഗത്ത് വന്നിരുന്നു. താൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ മാറ്റി നിർത്തപ്പെടുന്നതെന്ന് പറയേണ്ടത് സംഘടനാ നേതൃത്വമാണെന്ന് അബിൻ വർക്കി പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് KPCC പുനഃസംഘടനയിൽ ഇരുവർക്കും പിന്തുണയുമായി ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നത്. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കളാണെന്നും ഇവരാരും മതം നോക്കാറില്ലെന്നുമായിരുന്നു സഭയുടെ പരസ്യ പ്രസ്താവന. ഓർത്തഡോക്സ് സഭ കൂടി ഇരുവർക്കും പിന്തുണയർപ്പിച്ച് രംഗത്ത് വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് സഭയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരസ്യ പ്രതികരണം. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഒരാൾക്കും അതൃപ്തിയില്ല. വ്യക്തികൾ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും. ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും പിന്തുണച്ചെത്തിയ ഓർത്തഡോക്സ് സഭയുടെ ആശങ്കയും കോൺഗ്രസ് നേതൃത്വം തള്ളുകയാണ്. ജനം, കോഴിക്കോട്. RSS പഥസഞ്ചലനം പാടില്ലെന്ന കർണാടക സർക്കാർ തീരുമാനത്തിന് വൻ തിരിച്ചടി. അനുമതി നൽകി നിർണായക ഉത്തരവുമായി ബംഗളൂരു ഹൈക്കോടതി. പഥസഞ്ചലനം നവംബർ 2 നടക്കും. ചിറ്റാപൂരിൽ RSS റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിച്ചതിനെതിരെ സ്വയം സേവകർ നൽകിയ ഹർജി പരിഗണിച്ചാണ് ബംഗളൂരു ഹൈക്കോടതി പഥസഞ്ചലനത്തിന് അനുമതി നൽകിയത്. മറ്റു ചില സംഘടനകൾ നവംബർ 2 തന്നെ ചിറ്റാപൂരിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ ഭരണകൂടം RSS പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചത്. കേസ് പരിഗണിച്ച കോടതി ഇരു സംഘടനകൾക്കും വ്യത്യസ്ത സമയം നൽകാൻ ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. പുതിയ അപേക്ഷ ജില്ലാ ഭരണകൂടത്തിന് നൽകാനും കേസ് ഈ മാസം 24 വീണ്ടും പരിഗണിക്കുമ്പോൾ പുരോഗതി വിലയിരുത്താമെന്നും കോടതി വ്യക്തമാക്കി. അടുത്തിടെ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ RSSനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് അനുമതി നിഷേധിച്ചതിന് പിന്നിൽ. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന് കനത്ത പ്രഹരമേറ്റതോടെ നിയമാനുസൃതമായി ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തു നൽകുമെന്ന് കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ പറഞ്ഞു. RSS, as usual, did not adhere to the law. They went to court seeking permission for this unlawful gathering, and even the court today has said that in interest of law and order, and more importantly, the ground realities of maintaining law and order, peace and tranquility is that of the local authorities and the state government. So if the state government does not deem it fit, or the local authorities don't deem it fit, they can deny the permission and consider the request another time. So let them give the request another time, and if the environment is favorable, they will grant permission. പ്രാദേശികമായി യാതൊരുവിധ സംഘർഷ സാധ്യതകളുമില്ലെന്നിരിക്കെ സർക്കാരിന്റെ രാഷ്ട്രീയ വൈര്യമാണ് പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നിലെന്നാണ് BJP അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ജനം, ഡൽഹി. പെർത്തിൽ ഇന്ത്യക്ക് തോൽവി. ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് വിജയിച്ചു. ക്യാപ്റ്റൻ മിച്ചൽ മാർഷിന്റെ മികവാണ് ഓസീസിനെ അനായാസ വിജയത്തിലേക്ക് നയിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ തിരിച്ചടി. രോഹിത് 8-നും കോഹ്ലി 0-നും പുറത്ത്. ക്യാപ്റ്റൻ ഗിൽ 10-ഉം ശ്രേയസ് അയ്യർ 11 റൺസിന് പുറത്തായതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി. ഇടയ്ക്കെത്തിയ മഴ മത്സരത്തിന് തടസ്സമായി. പുനരാരംഭിക്കുമ്പോൾ 26 ഓവറാക്കി ചുരുക്കി. 5-ാം വിക്കറ്റിൽ അക്സറും KL രാഹുലും 39 റൺസ് കൂട്ടിച്ചേർത്തെങ്കിലും മെച്ചപ്പെട്ട സ്കോർ സാധ്യമായില്ല. രാഹുൽ 38-ഉം അക്സർ 31 റൺസെടുത്തു. ഇന്ത്യ 9 വിക്കറ്റിന് 136 റൺസെടുത്തെങ്കിലും ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ഓസീസ് വിജയലക്ഷ്യം 131 ആയി. മറുപടിയിൽ ആതിഥേയർക്കും തുടക്കം പാളി. ഹെഡും ഷോട്ടും 8 വീതം റൺസെടുത്ത് പുറത്തായി. എന്നാൽ മിച്ചൽ മാർഷും ജോഷ് ഫിലിപ്പും കളി പിടിച്ചു. 37 റൺസെടുത്ത് ഫിലിപ്പ് പുറത്തായതിന് പിന്നാലെ എത്തിയ മാറ്റ് റെൻഷാ ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകി. മാർഷ് 46-ഉം റെൻഷാ 21 റൺസെടുത്ത് ടീമിനെ വിജയത്തിലെത്തിച്ചു. 2-ാം ഏകദിനം 23-ന് അഡ്ലേഡിൽ നടക്കും. സ്പോർട്സ് ഡെസ്ക്, ജനം. ദീപാവലി നാളെയാണെങ്കിലും വർണ്ണമഴ പെയ്യുന്ന ദീപാവലി രാവ് ഇന്നാണ്. ദീപോത്സവത്തെ വരവേറ്റ് നിറമണിഞ്ഞു നിൽപ്പാണ് അയോധ്യ ക്ഷേത്രനഗരി. സരയൂ നദിക്കരയിൽ തെളിഞ്ഞത് ലക്ഷം ലക്ഷം ദീപങ്ങളാണ്. ആ സുന്ദര ദൃശ്യങ്ങളോടെ ഇന്നത്തെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ.
फिर आता है पंचम सर्ग सुंदरकांड। कनक कोट विचित्रमणि कृत सुंदरायतना घना चौहट हट सुभट भी थी चारुपुर बहुविधि